ഗവർണറെ കണ്ട് പരാതി അറിയിക്കുകയായിരുന്നു ഈ CBI അന്വേഷണം അടക്കം നീണ്ടുപോകുന്ന സാഹചര്യം. അതെ, അത് ഞാൻ രാവിലെ തന്നെ പറഞ്ഞായിരുന്നല്ലോ. രാവിലെ തന്നെ ഞാനുള്ള വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, വെറുതെ ഞാനങ്ങ് പറഞ്ഞു വിട്ടതല്ല. അതിൽ ഓരോ ദിവസവും വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കൊലപാതകത്തിനെ കുറിച്ചുള്ള കുറേ വാർത്തകൾ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. ചിലപ്പം ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ, പത്രം എടുത്ത് നോക്കുമ്പോഴും, ഒരു ചാനലും നോക്കുമ്പോഴും ഇത് തന്നെയാണ് അറിയപ്പെടുന്നത്. എന്ന് എല്ലാ ദിവസവും അറിയുന്നത്. ഇന്ന് തന്നെ ഈ 33 പേരെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു. അവരെ സസ്പെൻഷൻ പിൻവലിച്ചു. 2 ദിവസം മുമ്പ് അറിഞ്ഞത് കഴിഞ്ഞാൽ നമ്മളല്ല, ഇതിന് ഈ ആൻറ്റി റാഗിംഗ് സെല്ലിന് പരാതി കൊടുത്ത കുട്ടികളെ കോളേജുകാർ സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാ ദിവസവും വളരെ ദുഃഖകരമായിട്ടുള്ള ഓരോ വാർത്തകൾ കേൾക്കുന്നു. അവർ എന്നെ സംബന്ധിച്ചിടത്തോളം, ബാക്കിയുള്ളവർക്ക് സന്തോഷമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട ഗവർണറെ കാണണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് വന്നത്. അത് കാണണമെന്ന് അത് അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു, പക്ഷേ എനിക്ക് കാണാൻ പറ്റി. എനിക്ക് അതൊരു ഭാഗ്യമായിരുന്നു. എനിക്കറിയാം അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ആവലാതി അദ്ദേഹം കേൾക്കുന്നുള്ള എനിക്ക് ഉറപ്പായിട്ട്, എൻ്റെതെന്നല്ല ആരുടെയും കേൾക്കും. അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല. അതിൽ പാർഷ്യാലിറ്റി ഉള്ളതോ അങ്ങനെയൊന്നും ഉള്ളതല്ല. ന്യായമുണ്ടെങ്കിൽ അദ്ദേഹം കൂടെ നിന്ന് കേൾക്കും. കൂടെ നിന്നിട്ട് അത്രയ്ക്കും ചങ്കുറപ്പുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ പോയത്. ഇല്ലെങ്കിൽ ഞാൻ പോയില്ലായിരുന്നു അങ്ങോട്ട്. അല്ല, അങ്ങനത്തെ ഉറപ്പുകളല്ല തന്നത്. കാര്യം എന്നാൽ ഞാൻ എൻ്റെ പരാതികൾ പറഞ്ഞു. കുറച്ച് പേരായി ഇതുവരെയ്ക്കും ഇത്രയും ദിവസമായിട്ട് പരാതി മുമ്പോട്ട് പോകുന്നില്ല. അതുമാത്രമല്ല, ഓരോ ദിവസവും ഇതിൽ സസ്പെൻഷൻ നടന്നുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നവരെ എല്ലാം പുറത്താക്കുന്നു എന്നുള്ള ഇതിലൊക്കെ എനിക്കറിയാമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല ഒരു ഗവർണർക്ക് ഏതൊക്കെ രീതിയിൽ പരാതി കൊടുക്കണം, ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം. ഉള്ള സത്യം പറയാമല്ലോ, എനിക്കത് അറിയില്ല. പക്ഷേ എനിക്കറിയാമെന്നുള്ളതുപോലെ ഞാൻ പറഞ്ഞ് ഫലിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അത് ക്ഷമയോടെ തന്നെ നിന്ന് എല്ലാം കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ സസ്പെൻഷൻ പിൻവലിച്ചിട്ടുള്ള അത് പുള്ളി സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞു. ശരിയായിരിക്കും, ഞാനും കേട്ടു. ആ 33 സസ്പെൻഷൻ പിൻവലിച്ചു, അറിഞ്ഞായിരുന്നു, അത് പിൻവലിച്ചു. പിന്നെ അവിടുത്തെ VC ഇപ്പോൾ രാജിവെച്ചു എന്ന് പറയുന്നു, പുതിയ VC എന്നും ഒരു ന്യൂസ് ഞാൻ ഇപ്പം കേട്ടു. അയാൾക്ക് മതിയായി എന്ന് പറയുന്നു. അതെന്നാണെന്നറിയില്ല, അവിടുത്തെ അത് ഇപ്പോൾ ഞാൻ അറിഞ്ഞതാണ്. അതുപോലെ ഓരോ ദിവസവും ഓരോ ന്യൂസും ഇങ്ങനെ എനിക്ക് കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ തീരുമാനിച്ചത്, ഇവിടെ വന്നത്.